നാളുകളെക്കുറിച്ചുള്ള ചിന്താഭാരം നിങ്ങൾ അലട്ടുകയാണോ? നാളെ എന്താകും, എൻ്റെ ഭാവി എന്താകും എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണോ? ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ കർത്താവായ യേശു ഇതാ നാളെയെക്കുറിച്ച് കരുതുന്ന നല്ലൊരു ഇടപെടൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മത്തായി എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 32 വാക്യം മുതൽ നാം വായിക്കുന്നു. അവിടെ നാം ഇങ്ങനെ കാണുന്നു, ഇതാ യേശുവിനോട് കൂടെ ഒരു വലിയ ജനസമൂഹം 3 ദിവസങ്ങളായി യേശുവിനോടൊപ്പം ആയിരിക്കുകയാണ്. പക്ഷെ 10,000-കണക്കിന് ജനമുണ്ട്. അവർ യേശുവിനോടൊപ്പം ഇതാ ആയിരിക്കും. യേശുവിൽ നിന്ന് വചനം കേൾക്കുന്നു, യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ അടയാളങ്ങൾ കാണുന്നു. ഒത്തിരി വിശന്ന് ഇരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 32-ാമത്തെ വാക്യത്തിൽ, എന്നാൽ യേശു തൻ്റെ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഈ പുരുഷാരം ഇപ്പോൾ 3 നാളായി എന്നോട് കൂടെ പാർക്കുന്നു. അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായക കൊണ്ട് അവരെക്കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല. അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കുമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, അവരെ പട്ടിണിയായിട്ട് വിട്ടയപ്പാൻ മനസ്സില്ലാത്ത കർത്താവ്, അതായത് ഒന്ന് യേശു അവരെ കുറിച്ച് മനസ്സലിയും. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളെക്കുറിച്ച് യേശു മനസ്സലിയും. യേശുവിൻ്റെ ഹൃദയം മനസ്സലിയുന്ന ഹൃദയമാണ്. മറ്റാരും നിങ്ങളോട് മനസ്സലിഞ്ഞില്ലേലും യേശു നിങ്ങളോട് മനസ്സലിയും. അവരുടെ നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യം, അതെ, അവർ തളർന്നു പോയേക്കും എന്നുള്ളത് അറിയാവുന്ന കർത്താവ് അവർക്ക് വേണ്ടി ഇതാ കരുതുകയാണ്. അവിടെ ഉണ്ടായിരുന്ന 7 അപ്പമെടുത്ത് യേശു അതിനെ വാഴ്ത്തി, യേശു സ്തോത്രം ചെയ്ത് അവർക്ക് നൽകുമ്പോൾ അത് വർദ്ധിക്കുകയും അവർക്ക് സമൃദ്ധിയായി ലഭിക്കുകയും ശേഷിച്ചത് 7 വട്ടി നിറച്ചെടുക്കുകയും ചെയ്യും. അതേ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിലും ഈ ദിവസങ്ങളിൽ യേശുവിനോട് നിങ്ങൾ ചോദിക്കുക. മനസ്സിലിരുന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളെ മാറ്റും. നിങ്ങളുടെ ഇന്നത്തെ അവസ്ഥ കണ്ട് മനസ്സിലിയുകയും നാളേക്കായി അവിടെ കരുതുകയും ചെയ്യാൻ വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.